ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, അത് സംബന്ധിച്ചിട്ടുള്ള മാനസികം, സാമൂഹികം, ആത്മീകം ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾ തരണം ചെയ്യാനായിട്ട് ഇതൊരു വ്യക്തി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സമീപന രീതിയാണ്. രോഗനിർണയത്തിൻ്റെ സമയത്ത് ആ ഘട്ടത്തിൽ തന്നെ പാലിയേറ്റീവ് കെയർ മിതമായ ഒരളവിൽ ക്യാൻസർ ചികിത്സയുടെ ഒരു ഭാഗമായി തീരുകയാണ്. അപ്പോൾ കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിൽ പല സിംറ്റംസും സൈഡ് എഫക്ട്സും കാണാറുണ്ട്. ഇത് ആ പേഷ്യൻ്റെ ദിനചര്യത്തെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ഈ സിംറ്റംസിൻ്റെ തീവ്രത, ഇത് എല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കി മെഡിസിൻസ് കൊണ്ടും പിന്നെ ലൈഫ് സ്റ്റൈൽസിലുള്ള മോഡിഫിക്കേഷൻസ്, ഡെയിലി ആക്ടിവിറ്റീസിലുണ്ടാകുന്ന മോഡിഫിക്കേഷൻസ്, ഡയറ്റിൽ വരുത്തുന്ന മോഡിഫിക്കേഷൻസ്, ഇതെല്ലാം വെച്ച് നമുക്ക് ഈ സിംറ്റംസ് മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഡേ കെയർ കീമോതെറാപ്പിയിൽ ഇത്തരത്തിലൊരു ക്ലിനിക്ക് തുടങ്ങാൻ വളരെ അത്യാവശ്യമാണെന്ന് ഞങ്ങൾ കരുതിയത്. അപ്പോൾ ഈ ഒരു പുതിയ സേവനം രോഗിയുടെയും കുടുംബാംഗങ്ങൾക്കും ഇത് വലിയൊരു ആശ്വാസമായി തീരട്ടെ എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിലുള്ള സാന്ത്വന പരിചരണം എന്ന പദ്ധതിക്ക് തുടക്കം മുതൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയത് സ്നേഹബഹുമാനപ്പെട്ട മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നൽകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജാനുവരി 15 കേരളത്തിലെ പാലിയേറ്റീവ് ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. ആചരിക്കുകയാണെന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ലത്. കേരളത്തിലെ പാലിയേറ്റീവ് ദിനം ഇങ്ങനെ നമ്മുടെ ശരിക്ക് നാഷണൽ പാലിയേറ്റീവ് ഡേയും അല്ലെങ്കിൽ വേൾഡ് പാലിയേറ്റീവ് കെയർ ഡേ ഒക്കെ ഒക്ടോബർ 11 ആ സമയത്താണ്. പക്ഷെ നമ്മൾ കേരളത്തിൽ ഈ ഒരു ദിവസമാണ് സെലക്ട് ചെയ്തിട്ടത്. ഒക്ടോബർ നമുക്കും പല കാരണങ്ങൾ കൊണ്ടും നമുക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഒക്ടോബർ മാസം നമ്മൾ സ്ഥാനാർബുദത്തിന് എതിരായിട്ടുള്ള പടയോട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു ദിനം ആചരിക്കാനുള്ള ഒരു അവസരമില്ല. പ്രത്യേകിച്ചിട്ടും ഈ ദിനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ലോക ശ്രദ്ധ ആകർഷിക്കുകയും അതുവഴി ഈ ഒരു കൺസെപ്റ്റിന് കുറച്ചൊരു ശ്രദ്ധ നേടിയെടുക്കുകയുമാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ ഈ 2012 മുതൽ ഇങ്ങോട്ട് ക്യാൻസറിലത്തെ ഒരു പ്രധാന വിഷയമാണ് ഇൻ്റഗ്രേറ്റഡ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് ശ്വാസകോശ ക്യാൻസറിൻ്റെ അകത്ത് പാലിയേറ്റീവ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പാലിയേറ്റീവ് കെയർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തുടക്കം മുതലേ ചികിത്സ ആരംഭിക്കുകയാണെങ്കിൽ, ചികിത്സ ഈ ക്യാൻസറിൻ്റെ മെയിൻ സ്ട്രീം ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട്സ് ഉണ്ടാക്കാം എന്നുള്ള പഠനങ്ങൾ 2012 മുതൽക്കാണ് വന്നു തുടങ്ങിയത്. അതുവരെയും പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഒരു പക്ഷേ എൻഡ് ഓഫ് കെയറിന് തുല്യമായിട്ട് ആളുകൾ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രോഗി മരിക്കാറാകുമ്പോൾ കൊടുക്കുന്ന ചികിത്സയാണ് പാലിയേറ്റീവ് കെയർ എന്നാണ് ലോകം വിശ്വസിച്ചിരുന്നത്. അപ്പോൾ അതിൽ പല കാരണങ്ങളുമുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ എവല്യൂഷൻ, ഒരു പ്രത്യേക വൈദ്യശാസ്ത്രത്തിലെ ഒരു പ്രത്യേക മേഖലയുടെ എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ പല ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നതാണ്. ഇന്ന് കാണുന്ന ഫുൾ ബ്ലോൺ നല്ല സർവീസ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് വികസിച്ചു വന്നതാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു അറ്റ്ലീസ്റ്റ് ഈ കൂടുതൽ ട്രെയിനിങ് ഒന്നും ലഭിക്കാതെ കൂടുതൽ മെഡിക്കൽ അല്ലാതെ ഉള്ള ആളുകൾ, ഈ വളണ്ടിയേഴ്സ്
ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡായിട്ട് പാലിയേറ്റീവ് കെയർ അത് പ്രധാനമായിട്ടും അവരെ ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനും മാനസികമായിട്ടൊരു സപ്പോർട്ട് കൊടുക്കാനൊക്കെ ആയിട്ടായിരുന്നു ആദ്യം തുടങ്ങി അത് പ്ലാൻ ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് വികസിച്ചപ്പോൾ അത് ഓരോരോ ചെറിയ ചെറിയ സെൻറ്ററുകളായിട്ട് രൂപാന്തരപ്പെടുകയും ആ സെൻറ്ററുകളിലൊക്കെ തന്നെയും ഒരുപാട് മരുന്നുകൾ വിതരണം ചെയ്യാൻ വേണ്ടി ഒരു ഡോക്ടറും ബാക്കി കുറേ കൗൺസിലേഴ്സും ഒക്കെ ആയിട്ട് അങ്ങനെ വന്നപ്പം ഒരുപാട് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ മോർഫിൻ കൊടുക്കുന്നതാണ് ചികിത്സ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ എത്രയോ മാറിയിട്ട് ക്യാൻസറിൽ മാത്രമല്ല ഇന്ന് ഇപ്പം ഏത് പ്രധാനപ്പെട്ട ക്രോണിക് ഡിസീസിനും ലൈഫ് സ്റ്റൈൽ ഡിസീസിനും ഇൻ്റഗ്രേറ്റഡ് പാലിയേറ്റീവ് കെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്യാൻസറിൻ്റെ കാര്യം മിക്കവർക്കും അറിയാം. പക്ഷേ ക്രോണിക് ഹാർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ക്രോണിക് ലിവർ ഫെയിലിയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഇൻ്റഗ്രേറ്റഡ് പാലിയേറ്റീവ് കെയർ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ ഈ പാലിയേറ്റീവ് കെയർ കൊണ്ട് ഇൻ്റഗ്രേറ്റഡ് പാലിയേറ്റീവ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരു രോഗിയെ ചികിത്സിക്കുമ്പോൾ വളരെയധികം ശാസ്ത്രം അഡ്വാൻസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മൾ രോഗിയുടെ വ്യക്തിത്വത്തിനെ മറന്നു പോകുന്നു. അല്ലെങ്കിൽ രോഗിയുടെ മനസ്സിലുള്ള കാര്യങ്ങളും അതേമാതിരി ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളും നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടർമാർ മെയിൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഡോക്ടർമാർ വിസ്മരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം രോഗി പറയുന്ന സിംറ്റംസിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ രോഗത്തിൽ ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ രോഗത്തിൻ്റെ ഇവാലുവേഷൻ പീരിയോഡിക്കലായിട്ട് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് ഫലിക്കുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ രോഗിക്കുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ, രോഗിയുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, രോഗിക്ക് ശരീരത്തിൽ അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പലപ്പോഴും അതിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ഇൻ്റഗ്രേറ്റഡ് പാലിയേറ്റീവ് കെയറിൻ്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് പാലിയേറ്റീവ് കെയറിൽ നമ്മളൊരു രോഗിയുടെ മെയിൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം രോഗികൾക്ക് അതാത് കാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും പലപ്പോഴും ഈ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും അവർ മെയിൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വീട്ടിൽ പോയതിന് ശേഷമായിരിക്കും അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അന്നേരം അവർക്ക് ഈ ഒരു വ്യക്തമായ ഒരു ഗൈഡൻസ് കിട്ടാനും ഫോണിലേക്കൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ഒരു ഗൈഡൻസ് കിട്ടാനും അതിന് ഒരു 1 പോയിൻ്റ് കോണ്ടാക്റ്റ് എന്നുള്ള നിലക്കും കൂടിയാണ് ഈ ഇൻ്റഗ്രേറ്റഡ് പാലിയേറ്റീവ് കെയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു നാഴികക്കല്ലാണ്. കാരണം ഈ രോഗികൾക്കൊക്കെ തന്നെ നമുക്ക് വലിയ രീതിയിൽ അവർക്ക് ആശ്വാസം കൊടുക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നമുക്ക് ഈ ഇൻ്റഗ്രേറ്റഡ് പാലിയേറ്റീവ് കെയർ വഴി സാധിക്കും, അല്ലെങ്കിൽ ഈ ഇൻ്റഗ്രേറ്റഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് വഴി സാധിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നുള്ളതിനൊക്കെ ഇപ്പോൾ ഡോക്ടർ വിനീത ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പാലിയേറ്റീവ് കെയർ ഇതിൻ്റെ ഈ ഡേ കെയറിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ചികിത്സ നടത്തപ്പെടുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് നമ്മളൊരു ഇൻ്റഗ്രേറ്റഡ് പാലിയേറ്റീവ് കെയർ ചെറിയ തോതിൽ ഒരു വളരെ ഇതായിട്ട് ഒന്ന് നോക്കി. അപ്പോൾ അതിൽ നല്ല റിസൾട്ട്സായിട്ട് നമുക്ക് അനുഭവപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളതൊരു പ്രോപ്പറായിട്ട് ഒരു വലിയൊരു ഇതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഇങ്ങനെയൊരു പരിപാടി ഈ ജനുവരി 15 നമ്മൾ ഇങ്ങനെ ഒരു ദിനമായിട്ട് ആചരിക്കാൻ MVR നമുക്ക് സാധിച്ചതിലൊക്കെ ഈ 2 ഡോക്ടർമാർ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. അവരെ ഈ ദിവസത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുകൂടാതെ അവർക്ക് ഇനിയും നല്ല രീതിയിൽ ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാകാൻ ഈ ഇൻ്റഗ്രേറ്റഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് വഴി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പം ഇവർ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അവരെ സപ്പോർട്ട് ചെയ്യാം, അതുവഴി നമ്മുടെ രോഗികൾക്ക് ആശ്വാസം പകരാം. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഭയമാണ് കൂടുതൽ ആളുകൾക്കും. ഇനിയൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് പാലിയേറ്റീവ് കെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്യുന്നതെന്ന് തെറ്റായ ധാരണ
വീഡിയോ പ്രദർശനത്തിനായി അതിൻ്റെ ഉദ്ഘാടനത്തിനായി നമ്മുടെ MVR ക്യാൻസർ സെൻ്റർ പലപ്പോഴും പാലിയേറ്റീവ് കെയർ എന്ന് കേൾക്കുമ്പോൾ ഭയമാണ് കൂടുതൽ ആളുകൾക്കും. ഇനിയൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് പാലിയേറ്റീവ് കെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്യുന്നതെന്ന് തെറ്റായ ധാരണ കാരണം പലപ്പോഴും ഈ ചികിത്സാ രീതിയുടെ ഗുണങ്ങൾ ആവശ്യമുള്ളവർക്ക് കിട്ടാതെ വരുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ അഥവാ സപ്പോർട്ടീവ് കെയറിൻ്റെ ചികിത്സാ രീതിയെ പറ്റിയുള്ള ബോധവൽക്കരണമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാഹിറ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഫിസിഷ്യൻ. നമസ്കാരം, ഞാൻ ഡോക്ടർ വിനീത റിജു, കൺസൾട്ടൻറ്റ് പെയിൻ ആൻഡ് പാലിയേറ്റീവ്. ആശംസകൾ അർപ്പിക്കാൻ നമ്മുടെ ഡയറക്ടർ ബാബു സാറുണ്ട്. ഞാനിതിൻ്റെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ സ്ഥിതിക്ക് 2 വാക്ക് പറയാമെന്ന് മാത്രം. ഈ പാലിയേറ്റീവ് ക്ലിനിക്ക്, ഇപ്പോൾ നമ്മൾ ഇന്ന് കേരള പാലിയേറ്റീവ് കെയർ ഡേ ആണ്. ഈ ദിവസം തന്നെ നമ്മുടെ പാലിയേറ്റീവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് ക്യാൻസർ കെയർ ക്ലിനിക് ആരംഭിക്കാൻ പദ്ധതിയിട്ടതും അതിന് പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ചതുമായ ഡോക്ടർ ഷാഹിന ആൻഡ് ഡോക്ടർ വിനീത അവർ ഏറെ അഭിനന്ദനം അറിയിക്കുന്നു. അവരെ ഞാൻ ഈ നിമിഷം എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. പാലിയേറ്റീവ് ചികിത്സ ഒരു സാന്ത്വന ചികിത്സ എന്ന രീതിയിൽ മനുഷ്യരുടെ ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് പാലിയേറ്റീവ് ക്ലിനിക്കിന് കൂടുതൽ മാനങ്ങൾ കൈവന്നിട്ടുണ്ട് എന്ന് ഡോക്ടർ നാരായണകുട്ടിവാർ പറഞ്ഞ് നമ്മൾ കേട്ടു. പക്ഷെ നമ്മുടെയൊക്കെ പൊതുധാരണ മനുഷ്യരുടെ അന്ത്യകാലത്ത് അന്തസ്സുറ്റ ഒരു അന്ത്യം എല്ലാവരുടെയും അവകാശമായി കാണണമെന്നുള്ളതാണ്. അതാണ് ഈ പാലിയേറ്റീവ് കെയർ കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത്. കാരണം മരിക്കുമ്പോൾ വേദനയില്ലാതെ മരിക്കാനുള്ള ഒരവസ്ഥ, അതുപോലെ അവനവൻ്റെ ശരീരം വളരെ വൃത്തിയായിട്ട്, ശരീരത്തിൽ നിന്ന് യാതൊരു വാസനയില്ലാതെ സ്കിന്നുമൊക്കെ ഇൻ്റഗ്രേറ്റഡായി വളരെ വൃത്തിയായിട്ട് നിൽക്കുക, മലം മൂത്രം എന്നിവയൊന്നും പുരളാതെ വളരെ വൃത്തിയായിട്ടുള്ള ഒരു അന്ത്യം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക മരിക്കുന്നവർക്ക് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയാണ്. അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെയൊക്കെ എല്ലാവരുടെയും അവകാശവുമായി മാറുകയാണത്. അതാണ് ഇങ്ങനെയുള്ളൊരു പാലിയേറ്റീവ് ക്ലിനിക്ക് കൊണ്ടുണ്ടാകുന്ന ഉപകാരം. അത് ആശുപത്രികളിലുണ്ട്, ഹോസ്പിസസിലുണ്ട്, നഴ്സിംഗ് ഹോമുകളിലുണ്ട്, സ്വന്തം വീടുകളിലും എല്ലാം ഈ പാലിയേറ്റീവ് കെയർ ഇന്ന് വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഇത് ഇവിടെ തുടങ്ങി വെച്ചത് നമ്മുടെ രാജഗോപാലൻ സാറാണെന്ന് തോന്നുന്നു, അല്ലേ? വരും ഡോക്ടർ. നമ്മുടെ അനസ്തീഷ്യ HOD ഉണ്ടായിരുന്നു കോഴിക്കോട്, ഡോക്ടർ രാജഗോപാൽ സാറാണ് ഇത് തുടങ്ങി വെച്ചത്. അദ്ദേഹത്തിന് അതിന് പത്മശ്രീ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അത്രയേറെ വളരെ പ്രധാനപ്പെട്ട ചികിത്സാ രംഗത്ത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ഈ പാലിയേറ്റീവ് കെയർ എന്നത്. ഇപ്പോൾ നമുക്കറിയില്ലെങ്കിലും നമ്മുടെ സ്വന്തക്കാരിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്കൊന്നും അറിയാത്ത രീതിയിൽ അവരെ കെയർ ചെയ്യാൻ പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു വിഭാഗമുണ്ട് എന്ന് സമൂഹത്തിലുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസം തോന്നുന്ന അങ്ങനത്തെ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്. പിന്നെ നമ്മൾ സ്വയം ഒരു രോഗിയായി വരുമ്പോഴുള്ള അവസ്ഥ നമുക്ക് പറയേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പാലിയേറ്റീവ് ക്ലിനിക്കുകളും ഇത്തരം സംരംഭങ്ങളൊക്കെ വളരെ സജീവമായി അർത്ഥവത്തായി നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരട്ടെ. അതിന് എല്ലാവരുടെയും കഠിനാധ്വാനം ഉണ്ടായിരിക്കണം, സഹകരണം ഉണ്ടായിരിക്കണം. എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ ദിനത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇൻ്റഗ്രേറ്റഡ് ക്യാൻസർ കെയർ ക്ലിനിക്കിൽ ആദ്യം തന്നെ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോടനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച ബഹുമാന്യരായ ഡോക്ടർമാരെ, അവർ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിയട്ടെ എന്നും ചെയ്ത കാര്യങ്ങൾക്കുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുകയും കൂടുതൽ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. ഈ ക്ലിനിക് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയും അതിൻ്റെ ഗുണം ഇതനുഭവിക്കുന്ന എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ടും ഈ ചടങ്ങിന് ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ദിനത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു മഹത്തായ സംരംഭം തന്നെ ഞാൻ പറയാം. കാരണം നമുക്കറിയാം, ഓങ്കോളജി ട്രീറ്റ്മെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ പാലിയേറ്റീവ് കെയറിനെ പറ്റി ആലോചിക്കുള്ളൂ, ദി റൈറ്റ് എക്സ്ട്രീമെൻറ്റ്. പക്ഷേ ആക്ച്വലി സാന്ത്വനം വേണ്ടത് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുമ്പോഴായിരിക്കും പലപ്പോഴും. അതിനെപ്പറ്റി ആരും ഓർക്കില്ല. സോ സാന്ത്വന ചികിത്സ എന്ന് പറയുകയാണെങ്കിൽ അത് സാന്ത്വനം തുടക്കത്തിലേ വേണ്ടേ, മരിക്കാൻ പോകുമ്പോൾ മാത്രം സാന്ത്വനം കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പം മോർഫിനും പെയിനും മാനേജ്മെൻറ്റും മാത്രമല്ല പാലിയേറ്റീവ് കെയർ എന്നുള്ളത്
പിന്നെ സൊസൈറ്റിക്ക് അധികം അറിയില്ല. അതാണ് വേറൊരു പ്രശ്നം. കാരണം അത് നമ്മുടെ ഒരു നാട്ടിലെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഈവൻ മോർഫിൻ പോലും ആൾക്കാർ കഴിക്കില്ല. അത് അത്രയും വേദന വേണമെങ്കിൽ സഹിക്കാം, വേണ്ട എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലുള്ളൊരു സൊസൈറ്റിയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് അതിനകത്തുണ്ട്. സോ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പെയിൻ മാനേജ്മെൻറ്റ്. എവറിത്തിങ് ഈസ് പാലിയേഷൻ. ഒരു പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ് തുടങ്ങുന്നവർക്ക് തന്നെ പാലിയേഷനാണ് ആക്ച്വലി. എന്ന് വെച്ചാൽ അയാളുടെ പെയിൻ, സൈക്കോളജിക്കൽ പെയിൻ, ഫിസിക്കൽ പെയിൻ, ടെൻഷൻ, സ്ട്രെസ്, ഫാമിലി ഇഷ്യൂസ്, ഇതെല്ലാം മാനേജ് ചെയ്യാൻ ട്രീറ്റ് ചെയ്യുന്ന ഓങ്കോളജിസ്റ്റിനൊന്നും പറ്റുമൊന്നുമില്ല. സോ വി നീഡ് മോർ പീപ്പിൾ, മോർ സപ്പോർട്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലിനിക്ക്, അതും കീമോതെറാപ്പിയിൽ വെച്ച് തന്നെ റൂമിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ വെച്ച് തുടങ്ങുന്ന ഒരു സന്ദർഭം ആദ്യമായിട്ടായിരിക്കും. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അതിന് എന്തെങ്കിലും ഒരു നന്ദി, കൺഗ്രാജുലേഷൻസ് ഫോർ ദാറ്റ്. പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് തന്നെ അറിയാം നമ്മൾ ചെയ്യുന്നത് അത്രയും ജസ്റ്റിസ് അല്ലെന്ന് വി ഓഫൺ നോ. ഒരു പെയിൻ റിലീഫ് കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഒരു പേഷ്യൻ്റെ പാലിയേറ്റീവ് കെയർ ആവില്ല. വി നോ ദാറ്റ് ദർ ആർ മെനി ലിമിറ്റേഷൻസ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് എല്ലാം ആ പേഷ്യൻ്റെ ടോട്ടൽ കെയർ, ഫിസിക്കൽ, മെൻ്റൽ, സൈക്കോളജിക്കൽ, ഒക്യുപ്പേഷണൽ, വാട്ട് എവർ, നോട്ട് ഓൺലി ഫോർ ദ പേഷ്യൻ്റ് ആൻഡ് ആൾസോ ഫോർ ദ ഫാമിലി, അത് ടേക്കൺ കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു പാലിയേറ്റീവ് കെയർ ടീം. സോ വി വിൽ ഹോപ്പ് ഫോർ ദറ്റ്. ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ഈസി ടാസ്ക്. ആ പേഷ്യൻ്റ് കിടക്കുന്ന അറ്റ്മോസ്ഫിയർ, അവിടെ വരുന്ന സിറ്റുവേഷൻസ്, അവിടത്തേക്കുള്ള കംഫർട്ട് എല്ലാം പാലിയേറ്റീവ് കെയർ ആണ്. അവിടെ ബൈസ്റ്റാൻഡേഴ്സിനുള്ള ഫെസിലിറ്റി, എവറിത്തിങ് ഈസ് പാലിയേറ്റീവ് കെയർ. സോ വിൽ ഓഫൺ തിങ്ക് ഓൺലി അബൌട്ട് പെയിൻ മാനേജ്മെൻറ്റ്, ഓക്സിജൻ ആൻഡ് ഓൾ ദോസ് തിങ്സ്. ടൈംലി ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ട് പാലിയേറ്റീവ് കെയർ ആവില്ല. സോ വി നീഡ് മെനി മൈൽസ് ടു ഗോ. So we should be able to do that. Then only our integration will happen. I am sure our team and the organization will have the capacity soon. And വേറെ എന്താ, അപ്പോൾ ഓങ്കോളജിസ്റ്റ് ഡിസീസ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പാലിയേറ്റീവ് കെയർ ഫിസിഷ്യൻ ട്രീറ്റ്സ് ദറ്റ് ഹോൾ ടീം, ഹോൾ ഹ്യൂമൻ ബീയിങ് ആൻഡ് ഹിസ് ഇമ്മീഡിയറ്റ് ക്ലോസ് റിലേറ്റീവ്സ്. അതായിരിക്കും അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. സോ ഐ വിഷ് ഓൾ ബെസ്റ്റ് വിഷസ് ആൻഡ് സക്സസ് ഫോർ മൈ കൊളീഗ് ആൻഡ് ടീംസ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നന്ദി പ്രസംഗത്തിനായി പാലിയേറ്റീവ് കെയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷഹീറ മാഡത്തിനെ ക്ഷണിക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സംഘടിപ്പിച്ച ഇൻ്റഗ്രേറ്റഡ് ക്യാൻസർ കെയർ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. उच्चल जलधि तरंगा तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा, जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे, जय 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 हे।